നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് 2022 ഫെബ്രുവരിയിൽ ആരംഭിച്ചാണ് ഈ യുദ്ധം. അതുകൊണ്ട് തന്നെ ഉക്രൈൻ റഷ്യ സംഘർഷം എന്നുള്ളത് അതിന് നാൾ വഴികൾ പരിശോധിക്കുകയാണെങ്കിൽ 2018 ഉക്രൈന്റെ ഭാഗമായിരുന്ന ക്രീമിയ എന്ന പ്രവിശ്യ റഷ്യ പിടിക്കുകയും അതിനുശേഷമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ചില മറ്റു പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉക്രൈൻ നാറ്റോയുടെ ഭാഗമാവുകയും അതിന് ഭാഗമാവാൻ വേണ്ടിയുള്ള അപേക്ഷ കൊടുക്കുകയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ ഫലമായിട്ടാണ് യുദ്ധം ആരംഭിച്ചത്. അപ്പോൾ റഷ്യയുടെ താല്പര്യങ്ങൾക്കെതിരായിട്ട് ഉക്രൈൻ നാറ്റോയിൽ അംഗത്വം എടുത്തു കഴിഞ്ഞാൽ അത് റഷ്യയുടെ പരമാധികാരത്തെയും റഷ്യയുടെ രാജ്യ സുരക്ഷയെയും ബാധിക്കും എന്ന് മനസ്സിലാക്കിയ വ്ളാഡിമിർ പുടിൻ അടക്കമുള്ള റഷ്യൻ ഭരണകൂടം ഉക്രൈനിലേക്ക് അധിനിവേശം നടത്തുകയായിരുന്നു 2022. നീണ്ട 4 വർഷക്കാലത്തെ ഈ യുദ്ധം നമുക്കറിയാം. അതിന് ആദ്യഘട്ടങ്ങളിൽ പ്രതിരോധ അവസ്ഥയിലേക്കായിരുന്നു ഉക്രൈൻ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ സമീപ കാലങ്ങളായിട്ട് കൂടുതൽ ആക്രമണപരമായിട്ടുള്ള ശൈലിയിലേക്ക് ഉക്രൈൻ മാറുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം മോസ്കോയിൽ 200ഓളം ഡ്രോണുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റഷ്യയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള എണ്ണ സംഭരണശാലകൾ ലക്ഷ്യമാക്കിയുള്ള ആക്രമണം ഉണ്ടായി. അപ്പോ തലസ്ഥാന നഗരിയിലുള്ള ഇതുവരെ ഉള്ള ഏറ്റവും വലിയതായിട്ട് ലാർജായിട്ടുള്ള ഒരു അറ്റാക്കായിരുന്നു ഉക്രൈന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അപ്പോ നമുക്കറിയാം, ആ യുദ്ധം പല തലത്തിലേക്ക് നീണ്ടുപോകുമ്പോൾ ഇതുവരെയായിട്ട് 13,500ഓളം പേര് കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. 4,500ഓളം സിവിലിയന്മാരും അടക്കം റഷ്യയുടെ ഭാഗത്തുനിന്നും ഉക്രൈന്റെ ഭാഗത്തുനിന്നും ധാരാളം സൈനികരും കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പലായനം ചെയ്യേണ്ട സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് മേഖലയിൽ. ഈ യുദ്ധം ഇതുവരെയുള്ള രൂപത്തിലേക്ക് മുമ്പോട്ട് പോകുമെന്നോ ഒരിക്കലും റഷ്യയോ ഉക്രൈനോ കണക്കൂട്ടിയിരുന്നില്ല. അത്തരം സാഹചര്യത്തിലേക്ക് പ്രത്യേകിച്ച് അമേരിക്കയുടെയും നാറ്റോയുടെ അടക്കമുള്ള പിന്തുണയോട് കൂടിയിട്ട് ഉക്രൈന് ലഭിക്കുമ്പോൾ നമുക്കറിയാം, വടക്കൻ കൊറിയയിൽ നിന്നും അതുപോലെ ഇറാന്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള ചില ഡ്രോണുകളുടെ സഹായങ്ങൾ മാത്രമാണ് റഷ്യക്ക് ഉണ്ടായിട്ടുള്ളത്. റഷ്യ അതിന്റെ സ്വന്തം നിലക്ക് തന്നെ അതിന്റെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൈനിക ശക്തികളൊന്നായ റഷ്യ നമുക്കറിയാം മറ്റു രാജ്യങ്ങളിലുള്ളത് പോലെ തന്നെ ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക യുദ്ധത്തിൽ കാണുന്നത് പോലെയുള്ള വലിയ രൂപത്തിലുള്ള ആക്രമണങ്ങൾ പൊതുവെ ഉക്രൈനിൽ നടത്താറില്ല. കാരണം അതിന് പല കാരണങ്ങളുണ്ട്. സ്വാഭാവികമായിട്ട് ഒരേ സംസ്കാരം പങ്കിടുന്ന ഒരു രാജ്യത്തിന്റെ ഭാഗമായിരുന്ന പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന രാജ്യങ്ങളാണ് ഈ പറഞ്ഞ രാജ്യങ്ങളല്ല, ഉക്രൈനല്ല. അതുകൊണ്ട് തന്നെ പൗരന്മാർ കൂടുതൽ സിവിലിയൻ ഡെത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള രൂപത്തിലുള്ള ആക്രമണമാണ് റഷ്യയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. എന്നാലും പലപ്പോഴും അവരുടെ ഏറ്റവും വലിയ മാരകമായിട്ടുള്ള ആയുധങ്ങൾ ഹൈപ്പർസോണിക് മിസൈലുകളുടെ ഗണത്തിൽപ്പെടുന്ന ഓർഷനിക് എന്ന് പറയപ്പെടുന്ന മിസൈൽ അടക്കം ഉക്രൈനിൽ 1-2 തവണയായിട്ട് റഷ്യ പരീക്ഷിക്കുണ്ടായി. ഇവിടെ നാമമാത്രമായ രൂപത്തിൽ ഈ രൂപത്തിലെല്ലാം ആയിട്ടും ഈ അടുത്ത കാലത്തായിട്ട് റഷ്യയുടെ ഉക്രൈന്റെ ഭാഗത്തുനിന്നുള്ള ആക്രമണം വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമായിരിക്കും. കാരണം മുറിവേറ്റ സിംഹത്തെ പോലെയാണ് ഇപ്പോൾ റഷ്യയുടെ ഒരു സാഹചര്യം. റഷ്യ കാണുന്നത് അവർ തലസ്ഥാനമായ മോസ്കോയിൽ ഇതുവരെയുള്ള വലിയ ഒരു ആക്രമണം നടത്തിയ സ്ഥിതിക്ക് ഇന്ന് അവരുടെ വിദേശകാര്യമന്ത്രി ലാവ്റോവ് പ്രത്യേക വാണിംഗ് ഉക്രൈന് കൊടുത്തിരിക്കുകയാണ്. തലസ്ഥാന നഗരിയായ കീവിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞു പോകണമെന്നും ഗാർക്കീവ് ഡോൺബാസ്ക് അടക്കമുള്ള സിറ്റികളെ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പ് കൂടി റഷ്യ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ സംഘർഷം കൂടുതൽ മൂർച്ഛിക്കുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ റഷ്യയുടെ പ്രധാനപ്പെട്ട സഖ്യകക്ഷികളാണ് ബെലാറസിനെ പോലെ രാജ്യം. ഈ ബെലാറസിനും ഉക്രൈന്റെ ഭാഗത്ത് നിന്നൊരു ഭീഷണി ഉണ്ടായിട്ടുണ്ട്. കാരണം ബെലാറസിൽ നിന്നിലൂടെയാണ് സപ്ലൈ റഷ്യക്ക് വേണ്ട ആയുധങ്ങൾ കൂടുതൽ എത്തുന്നത്. അല്ലെങ്കിൽ റഷ്യയുടെ ആയുധം ബെലാറസിലേക്ക് കടത്തുന്നു. ബെലാറസിന് അതിർത്തിയിൽ നിന്നിട്ട് പോലും ഉക്രൈൻ നേരെ മിസൈലാക്രമണം ഉണ്ടാവുന്നു എന്ന ആരോപണം ഉക്രൈന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യുദ്ധം വരും ദിവസങ്ങളിൽ കൂടുതൽ മൂർച്ഛിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും ഉടൻ മിഡിൽ ഈസ്റ്റിലെ സമാധാനത്തിലേക്ക് എത്തിയെങ്കിലും ഇനിയും ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിക്കാൻ ഇനിയും കൂടുതൽ സമയം കാത്തിരിക്കേണ്ടി വരും. വരും ദിവസങ്ങളിൽ റഷ്യ പക്ഷേ കൂടുതൽ രൂക്ഷമായ ആക്രമണത്തിലേക്ക് പോകാൻ സാധ്യത ഉണ്ട് എന്നാണ് മനസ്സിലാവുന്നത്.